നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ HTMLൻ്റെ ബേസിക്സ് നോക്കുകയാണ്. നമ്മളുടെ ആദ്യത്തെ വെബ്സൈറ്റ് ഇത് നമ്മൾ ചെയ്യാൻ പോവാണ്. നിങ്ങളും ഇതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ആദ്യം HTML കോഡ് ചെയ്യേണ്ടതിനായിട്ടുള്ള സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുശേഷം അതിൽ ഒരു HTML കോഡ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. കോഡ് ചെയ്തതിന് ശേഷം അത് ബ്രൗസറിൽ എങ്ങനെയാണ് വരുന്നതെന്നും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യമായിട്ട് കോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണ് ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ മോസ്റ്റ്ലി ഉപയോഗിക്കുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ VS കോഡ് എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ ആണ്. ഇതിൽ ഒരുപാട് അഡീഷണൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടിട്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ബ്രൗസറിൽ കയറുക, VS കോഡ് ഏതെങ്കിലും സെർച്ച് എഞ്ചിനിൽ സെർച്ച് ചെയ്ത് നോക്കുക. അതിൽ മൈക്രോസോഫ്റ്റിൻ്റെ അല്ലെങ്കിൽ ഈ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്നുള്ളതിൻ്റെ റിസൾട്ട് കിട്ടും. അതിൽ കയറുക, എന്നിട്ട് ഡൗൺലോഡ് കൊടുക്കുക. നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വെർഷൻ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ എൻ്റേത് വിൻഡോസ് ആയതുകൊണ്ടിട്ട് തന്നെ ഞാനിപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാൻ കൊടുത്തു. അത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഗ്രിമെൻ്റ് അഗ്രി ചെയ്യുക, പിന്നെ ബാക്കി പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക, നെക്സ്റ്റ് അടിക്കുക, ഇൻസ്റ്റാൾ കൊടുക്കുക. ഇതിപ്പോൾ നിങ്ങൾക്കും ഇത് തന്നെ ഉപയോഗിക്കണമെന്നൊരു നിർബന്ധവുമില്ല. ഇപ്പോൾ നോട്ട് പാഡ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു HTML കോഡ് ചെയ്യാൻ ആ ഒരു ടൂൾ മതി. പക്ഷേ ഇതേപോലെ നമ്മൾ ഏതെങ്കിലും ഒരു SDK അല്ലെങ്കിൽ ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള കോഡ് എഡിറ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റുകൾ ഉണ്ടാകും. ഇപ്പോൾ ഇവിടെ ഈ ഇതിൻ്റെ ഉപയോഗം പ്രധാനമായിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്ന ഓരോ നാവിഗേഷൻസ് കണ്ടല്ലോ, അത് നമ്മളുടെ പ്രൊജക്റ്റിൻ്റെ ലൊക്കേഷൻ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു ഫോൾഡർ സെറ്റ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ആ ഫോൾഡറിലുള്ള ഇപ്പോൾ റിയാക്റ്റിൻ്റെ ഒക്കെ പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊജക്റ്റിൻ്റെ അകത്ത് തന്നെ ഒരുപാട് ഫോൾഡറുകൾ തന്നെയൊക്കെ ഉണ്ടാവും. ഒരു ഫ്രെയിം വർക്കിൽ വർക്ക് ചെയ്യുകയാണെങ്കിലുള്ള പ്രധാന വ്യത്യാസം അതാണ്. അതിൽ ഓൾറെഡി ഡീഫോൾട്ടായിട്ട് ഒരുപാട് ഫോൾഡറുകൾ ഉണ്ടാവും. പിന്നെ നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്ന രീതിയിലും ഫോൾഡറുകൾ ഉണ്ടാവും. അപ്പോൾ അതിലെ കാര്യങ്ങളെല്ലാം കൂടി സെർച്ച് ചെയ്യുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ബാക്കി നോർമലായിട്ടുള്ള ഇപ്പോൾ നോട്ട് പാഡൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അത്രയ്ക്ക് എഫിഷ്യൻ്റായിട്ട് നമുക്ക് ആ ഒരു പ്രോസസ്സൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിനിവിടെ സെർച്ച് ഫങ്ഷനാലിറ്റി ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ ഇവർ തന്നെ ഒരു സോഴ്സ് കൺട്രോൾ, ഒരു ഗിറ്റിൻ്റെ അഡാപ്റ്റേഷനും കൂടി ഉണ്ട് ഇവിടെ. അതായത് നമുക്കിതൊന്ന് പ്രോപ്പറായിട്ട് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കോഡും ഗിറ്റ് ഹബും തമ്മിൽ കണക്റ്റഡ് ആവും. അപ്പോൾ നിങ്ങൾക്ക് പുഷോ പുള്ളോ ഫെച്ച് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെക്കൗട്ട് ചെയ്യാനോ അതെല്ലാം നമുക്ക് ഈ ഒരു IDMൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് തന്നെ നമ്മുടെ ടെർമിനലിലും ആക്സസ് ചെയ്യാൻ കഴിയും. നമുക്ക് കൺട്രോൾ ടിൽഡെ എന്ന് പറയുന്നൊരു കീ ആണ് അതിന് യൂസ് ചെയ്യുന്നത്. ടിൽഡെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാബിന് മുകളിലുള്ള 1-ന് ലെഫ്റ്റ് സൈഡിലുള്ള ഒരു കീ ആണ്. അത് കൺട്രോളും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടെർമിനൽസ് കിട്ടും. ഈ ടെർമിനലിൽ ഇവിടെ നമ്മൾ ബാഷ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടെർമിനൽ നമുക്ക് ഈ ഒരു ഡ്രോപ്പ് ഡൗണിൽ നിന്ന് എടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഡീബഗ് ചെയ്യാനുള്ളൊരു ഫങ്ഷണാലിറ്റിയാണ്. പിന്നെ ഇവിടെ അഡീഷണൽ എക്സ്റ്റൻഷൻസ് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടിയുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ പൈത്തൺ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലഗിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പൈത്തൺ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്നിപ്പെറ്റ്സുകൾ ആഡായി വരും. അപ്പോൾ നമുക്ക് കോഡ് ചെയ്യാൻ ഒരുപാട് ഈസിയായി ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നതിൻ്റെ പ്രധാന ഗുണം ഇതാണ്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഞാൻ ഉപയോഗിക്കാനുള്ള ഒരു കാര്യം ഇതാണ്. ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. പെയ്ഡ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ VS കോഡാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ജോലിയിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മൾ സ്റ്റാർട്ടിൻ്റെ അവിടെ നിന്നൊന്ന് കാണിച്ചു തരാം.
ഓക്കെ, VS കോഡ് ആദ്യമായിട്ട് ഓപ്പൺ ആകുമ്പോൾ ഈ ഒരു വ്യൂ ആയിരിക്കും. ഇത് ക്ലോസ് ചെയ്യുക, എന്നിട്ട് ഫയൽ ന്യൂ ടെക്സ്റ്റ് ഫയൽ കൊടുക്കുക. ഇവിടെ ന്യൂ ടെക്സ്റ്റ് ഫയൽ കൊടുക്കുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ പ്ലെയിൻ ടെക്സ്റ്റ് എന്നുള്ള ഒരു രീതിയിലായിരിക്കും ഈ ഒരു ടെക്സ്റ്റിൽ ഇപ്പോൾ ഡാറ്റ എൻ്റർ ചെയ്യുമ്പോൾ കാണിക്കുക. അതായത് കണ്ടില്ലേ, നമ്മൾ എൻ്റർ ചെയ്യുന്നതിൽ അവരുടേതായിട്ടുള്ള ഒരു ലോജിക്കോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ളൊരു എന്താ പറയുക ഒരു എംഫസൈസോ ഒന്നിനും കൊടുക്കുന്നില്ല. മനസ്സിലായില്ല? ഇപ്പോൾ നമ്മളിവിടെ HTML കൊടുത്തു കഴിഞ്ഞാലും അതവിടെ കൺസിഡർ ചെയ്യുന്ന ഒരു നോർമൽ ടെക്സ്റ്റ് പോലെയാണ്. പക്ഷേ നമ്മൾ ആ ടൈപ്പ് മാറ്റിയിട്ട് HTML കൊടുക്കുകയാണെന്ന് നോക്കാം. ഇപ്പം എന്തായി, അത് HTML ഫയലായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. ഇപ്പോൾ നമ്മളിവിടെ HTML കൊടുക്കുമ്പോൾ തന്നെ അവിടെ ആ ഒരു കളർ വ്യത്യാസവും പിന്നെ അതിൻ്റെ എൻ ടാഗും ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ചെയ്തുവെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മനസ്സിലായില്ല? അപ്പോൾ അങ്ങനത്തെ കുറച്ച് പൊടിക്കൈകൾ നമുക്ക് കിട്ടും ആ ഒരു ടൈപ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ ഒരുപാട് ടൈപ്പുകളുണ്ട്, CSS ഉണ്ട്, JavaScript ഉണ്ട്, മറ്റു ഒരുപാട് കോഡുകളുണ്ട്. മനസ്സിലല്ലേ? ഇപ്പോൾ നമ്മൾ HTML ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് HTML-ൻ്റെ കോഡ് ആദ്യം ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് ആദ്യമേ സേവ് ചെയ്ത് വെക്കാം. സേവ് ചെയ്ത് വെക്കാൻ ഫയലിൽ സേവ് ആസ് കൊടുക്കുക. നമുക്ക് തൽക്കാലം ഡെസ്ക്ടോപ്പിൽ തന്നെ ഇൻഡെക്സ് എന്ന് കൊടുക്കാം. .html സേവ് ആസ് ടൈപ്പിൽ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. അത് നമുക്ക് സേവ് കൊടുക്കാം. അപ്പോൾ index.html എന്നുള്ളൊരു പേരിൽ അവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ കാലത്ത് HTML വെർഷൻ, അതായത് HTML5 എന്ന് പറയുന്നൊരു കോഡിങ്ങാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായിട്ടും HTML-ൽ നിന്നും കുറച്ച് അഡീഷണൽ ടാഗുകളും, അതായത് ഇന്നത്തെ കാലത്തുള്ള ബ്രൗസറുകൾക്ക് ഒന്നും കൂടി മെച്ചപ്പെട്ട രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് അഡീഷണൽ കോൺഫിഗറേഷൻസും അഡീഷണൽ ടാഗുകളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഡിഫൈൻ ചെയ്യുന്നതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് നമ്മളിവിടെ ഡോക് ടൈപ്പ് HTML എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ HTML നമ്മൾ HTML ടാഗ് ഓപ്പൺ ആക്കി. പിന്നെ HTML ടാഗിൻ്റെ തൊട്ടടുത്ത് തന്നെ വരുന്നത് ഹെഡ് ടാഗാണ്. നമ്മളപ്പോൾ ഹെഡ് ടാഗും ആഡ് ചെയ്തു. പിന്നെ വരുന്നത് ബോഡി ടാഗാണ്. നമ്മൾ ബോഡി ടാഗും ആഡ് ചെയ്തിട്ടു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഹെഡിൽ ഒരു വാല്യൂ ആഡ് ചെയ്ത് നോക്കാം. നമുക്ക് ടൈറ്റിൽ ആഡ് ചെയ്യാം. ടൈറ്റിലിൽ മൈ വെബ്സൈറ്റ് എന്നാണ് നമ്മൾ ടൈറ്റിൽ കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഞാനിത് സേവ് ചെയ്യുന്നു. എന്നിട്ട് നമുക്കിതൊന്ന് ബ്രൗസറിൽ ഓപ്പൺ ആക്കി നോക്കാം. ഇതാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഫയൽ. ഇത് ഞാൻ എൻ്റെ ബ്രൗസറിൽ ഓപ്പൺ ആക്കുകയാണ്. കണ്ടില്ലേ, ഇതിലിപ്പോൾ എംപ്റ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ കൊടുത്ത മൈ വെബ്സൈറ്റ് എന്നുള്ളത് ആ ഒരു ടാബിൻ്റെ ടൈറ്റിലായിട്ട് വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഹെഡിൽ കൊടുത്തിരിക്കുന്ന ഒരു വാല്യൂ ആണ് ടൈറ്റിൽ. പിന്നെ ബോഡിയിൽ നമ്മളൊന്നും കൊടുക്കാത്ത കൊണ്ടിട്ടാണ് ആ ബ്രൗസറിൽ നമുക്കൊന്നും കാണാൻ പറ്റാൻ. ഓക്കെ, ഇപ്പോൾ HTML-ന് ഡയറക്റ്റായിട്ട് രണ്ട് ചൈൽഡുകളേ ഉള്ളൂ, ഹെഡും ബോഡിയും. ഹെഡിൻ്റെ അകത്ത് കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ബ്രൗസറിൽ കാണാൻ കഴിയില്ല. ബോഡിയിൽ കൊടുക്കുന്ന കാര്യങ്ങളായിരിക്കും മോസ്റ്റ്ലി നമ്മുടെ ബ്രൗസറിൽ കാണാൻ കഴിയുള്ളൂ. ഓക്കെ, പിന്നെ ഈ ഹെഡിൻ്റെ ഉപയോഗത്തിൽ ഹെഡിൻ്റെ അകത്ത് മറ്റു മെറ്റാഡാറ്റകളൊക്കെ ആയിരിക്കും യൂസ് ചെയ്ത് വരിക. അത് നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടാഗുകൾ നോക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയാം. ഇപ്പോൾ ഞാൻ ഈ ബോഡിയിൽ ഒരു ഹെഡിങ് കൂടി ആഡ് ചെയ്യുകയാണ്. H1 ഹലോ. പിന്നെ ഒരു പാരഗ്രാഫ് ടാഗ്. വെൽക്കം ടു മൈ വെബ്സൈറ്റ്. ഇത് സേവ് ചെയ്ത് ഞാൻ ബ്രൗസറിൽ വന്നിട്ട് റിഫ്രഷ് ചെയ്താൽ നിങ്ങൾക്ക് ആ വെബ്സൈറ്റ് കാണാൻ പറ്റും. നമ്മളുടെ ആ ടൈറ്റിൽ കാണുന്നുണ്ട്, നമ്മുടെ H1 കാണുന്നുണ്ട്, നമ്മുടെ പാരഗ്രാഫ് ടാഗ് കാണും. ഓക്കെ, ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോഡ് അവിടെ കാണാൻ കഴിയും.
ഹെഡിൽ ടൈറ്റിൽ വരുന്നുണ്ട്, ബോഡിയിൽ നമ്മൾ കൊടുത്ത H1 പാരഗ്രാഫ് ടാഗാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആദ്യത്തെ വെബ്സൈറ്റ് ഇതായിരിക്കും. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആദ്യത്തെ വെബ്സൈറ്റാണ്. അപ്പോൾ ഇതിൽ തന്നെ കുറച്ച് സ്റ്റൈലുകളൊക്കെ ആഡ് ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു പ്രോപ്പർ വെബ്സൈറ്റ് ആവുക. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യാൻ, അതായത് ആ ഫയൽ ഡ്രാഗ് ചെയ്ത് ബ്രൗസറിൽ ഓപ്പൺ ആക്കി മാനുവലി കാണിക്കാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് സെർവറിൽ നടക്കുന്നത്. മനസ്സിലായില്ല? അത് നമ്മളിപ്പോൾ ഒരു നോർമലായിട്ട് സെർവർ പോലെ നമ്മളവിടെ പ്രവർത്തിച്ചു എന്നുള്ളതേ ഉള്ളൂ. നമ്മളിപ്പോൾ URL ഇപ്പോൾ ഈ ഒരു ലൊക്കേഷനിലാണ് നമ്മുടെ ഫയൽ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വേറൊരു ടാബിൽ ചെന്ന് ഈ ഒരു നമ്മുടെ സിസ്റ്റത്തിൽ C ഡ്രൈവിൽ യൂസറിൽ ഡെസ്ക്ടോപ്പിൽ ഈ ഫയൽ ഓപ്പൺ ആവുക എന്ന് കൊടുക്കുമ്പോൾ നമ്മുടെ ഫയൽ ഓപ്പൺ ആയി വരും. ഇതിന് പകരം നമ്മൾ ഡയറക്റ്റ് ആ ഒരു വെബ്സൈറ്റിൻ്റെ പേര് കൊടുത്താൽ ആ വെബ്സൈറ്റിൻ്റെ അകത്ത് ഈ ലൊക്കേഷനിലുള്ള ഫയൽ ഓപ്പൺ ആയിട്ട് വരും. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു സെർവർ മാനേജ് ചെയ്യുന്നത് ഞാനായതുകൊണ്ടിട്ട്, അല്ലെങ്കിൽ ഞാനൊരു സെർവർ ആയതുകൊണ്ടിട്ട് ഞാൻ ആ ലൊക്കേഷനിലുള്ള ഫയൽ എടുത്ത് ബ്രൗസറിന് സെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ആ ബ്രൗസറിൽ കാണാൻ കഴിയും. ഓക്കെ, പിന്നെ ഇതിൽ വേറെ വരുന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോക് ടൈപ്പ്. ഇത് ഞാൻ ആദ്യം മിസ് ചെയ്ത് കളയാനുള്ളൊരു പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഡെവലപ്പ് എന്നുള്ളൊരു രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് നമ്മൾ ഇനീഷ്യലി അല്ലെങ്കിൽ നമ്മൾ ഏത് പ്രോബ്ലത്തിനെയാണോ ആ ഒരു ടൈമിൽ സോൾവ് ചെയ്യാൻ നോക്കുന്നത് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. നമ്മൾ ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ അതിനെ ബ്രാഞ്ചുകളായിട്ട് അല്ലെങ്കിൽ അതിനെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവാത്തതായിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ആ പ്രോബ്ലംസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഇനീഷ്യലുള്ള പ്രോബ്ലം അവിടെ സോൾവ് ആവുകയില്ല. നമ്മളുടെ അതിനുള്ള ടൈം അവിടെ വേസ്റ്റായി പോകും. മനസ്സിലായില്ല? അപ്പോൾ ഒരു ഡെവലപ്പർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആ പ്രോബ്ലം ഫിക്സ് ചെയ്യുക. പ്രോബ്ലം ഫിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്കി കണ്ട പ്രോബ്ലംസ് ഫിക്സ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അതൊരു ആറ്റിറ്റ്യൂഡാണ്. നമ്മളൊരു ഡെവലപ്പർ എന്ന് പറയുമ്പോൾ വരേണ്ടതായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡാണത്. ഓക്കെ, ഇവിടെ നമ്മൾ ഡോക് ടൈപ്പിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. ഡോക് ടൈപ്പ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ HTML5 എന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന ഒരു കീവേഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയുള്ള കോഡുകളിൽ എന്തെങ്കിലും ഡൗട്ടുകൾ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അത് പോസ്റ്റ് ചെയ്യുക. എന്നിട്ട് ബ്രൗസറിൽ ചെന്ന് സെർച്ച് ചെയ്ത് നിങ്ങളതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, ഇന്ന് നമുക്ക് ഇത്രയും കൊണ്ട് നിർത്താം. അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രധാനപ്പെട്ട ടാഗുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഇവിടെ കണ്ടില്ലേ, ഈ ഒരു P ടാഗ്, H1 ടാഗ്, ബോഡി ടാഗ്, പിന്നെ ആങ്കർ ടാഗ് വരുന്നുണ്ട്. പിന്നെ HTML5 എന്ന് പറഞ്ഞു, HTML5 അഡീഷനിൽ വരുന്ന അല്ലെങ്കിൽ അതിന് യൂസ്ഫുൾ ആയിട്ടുള്ള ടാഗുകൾ എന്തൊക്കെയാണ്, അതേപോലുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതേപോലൊരു വെബ്സൈറ്റ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളൊരു ലോക്കലായിട്ടൊരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതൊന്ന് റൺ ചെയ്ത് നോക്കുക. എന്നിട്ട് പറ്റാവുന്ന രീതിയിൽ നിങ്ങൾ CSS നിങ്ങളൊന്ന് ആഡ് ചെയ്യാൻ നോക്കുക. അതായത് CSS ഇതിലെങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്നതെന്ന് ഒന്ന് ഓൺലൈനിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എങ്ങനെയാണ് ഒരു CSS ആഡ് ചെയ്യുന്നതും എങ്ങനെയാണ് ഒരു സ്ക്രിപ്റ്റ് ആഡ് ചെയ്യുന്നതെന്നും എനിക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് HTMLൻ്റെ ബാക്കി എക്സ്റ്റെൻഡഡ് വീഡിയോ ആയിട്ട് അടുത്തതിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.